ഹലോ മക്കൾസ്, നമ്മുടെ ഇന്ത്യൻ എക്കോണമിയിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ കുറച്ച് മെയിൻ ഫാക്റ്റുകളൊക്കെ നമുക്കൊന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അത് ഏറ്റവും ബേസ് ആയിട്ട് വരുന്നത് ഈ പറയുന്ന സാധനമാണ്. എന്താ? ഡെമോഗ്രാഫിക് കണ്ടീഷൻസ് ആണ്. ഏറ്റവും ബേസിക് ആയിട്ട് നമ്മുടെ ലിറ്ററസി റേറ്റും ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തൊന്ന് പറഞ്ഞോളാം. ശരിക്കും നോക്കി വെച്ചോ, അതിൻ്റെ പെർസെൻറ്റേജ് അടക്കം നോക്കി വെച്ചോളണം. ഏതാണെന്ന് നോക്കിയോ, ദ ഓവറോൾ ലിറ്ററസി റേറ്റ് വാസ് വെരി ലോ. 16% ആയിരുന്നു അന്നത്തെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് ഫീമെയിൽ ലിറ്ററസി എന്ന് പറയുന്നത് ഓൺലി 7%. ഈ 16%-ൽ ഓൺലി 7% മാത്രമായിരുന്നു ആരുടെ? ഫീമെയിൽ ലിറ്ററസി എന്ന് പറയുന്നത്. ദെൻ പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് വാസ് നോട്ട് അവൈലബിൾ ടു ലാർജ് ഏരിയാസ് ഓഫ് ദ പോപ്പുലേഷൻ. അതായത് നമ്മുടെ പോപ്പുലേഷനിലെ ലാർജ് ഏരിയയിലേക്ക് ഒന്നും തന്നെ, അല്ലെങ്കിൽ കുറേ പേർക്കൊന്നും തന്നെ പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് കിട്ടിയിരുന്നില്ല എന്നുള്ളതൊരു ബാഡ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് തന്നെയാണ്. ദെൻ ദ ഓവറോൾ മോർട്ടാലിറ്റി റേറ്റ് വാസ് വെരി ഹൈ. അതായത് മരണനിരക്ക് വളരെയധികം കൂടുതലായിരുന്നു. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, അതായത് ശിശു മരണനിരക്കും അന്ന് വളരെയധികം കൂടുതലായിരുന്നു. അതായത് 1000 പേര് ജനിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് 218 കുഞ്ഞുങ്ങളെങ്കിലും മരിക്കും. ഇപ്പോൾ അതെങ്ങനെയാണ്? 1000-ൽ 33 അത് കുറഞ്ഞിട്ടുണ്ട്. ദെൻ ലൈഫ് എക്സ്പെക്ടൻസി വാസ് വെരി ലോ. 32 വർഷമായിരുന്നു. അതായത് അന്നൊക്കെ എന്ന് വെച്ചാൽ 32 വർഷം വരെയൊക്കെയാണ് സാധാരണ ആൾക്കാർക്ക് ജീവിച്ചിരിക്കുകയുള്ളൂ. ഇപ്പോൾ അതെങ്ങനെയായിട്ടുണ്ട്? ഒരു 69 ഒക്കെ ആയിട്ട് അത് മാറിയിട്ടുണ്ട്. ദെൻ ഈ പറയുന്ന പോലെ എക്സ്റ്റെൻസീവ് പോവർട്ടിയാണ് നെക്സ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് പറയുന്നത്. എക്സ്റ്റെൻസീവ് പോവർട്ടി എന്ന് പറയുമ്പോൾ പോവർട്ടി വളരെയധികം കൂടുതലായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഡെമോഗ്രാഫിക്, അതായത് ജനസംഖ്യാപരമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നോക്കാനുള്ളത് കേട്ടോ.